അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആത്മലോകത്തെക്കുറിച്ചിട്ടാണ്. ആത്മലോകത്തെക്കുറിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടേ നമ്മൾ അതാണ് കേൾക്കുന്നത്. ആത്മലോകത്തെക്കുറിച്ച് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കുന്നോ അത്രത്തോളം നമുക്ക് അതിൽ ജീവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഞാൻ ചലിക്കുന്നത് അല്ലെങ്കിൽ എന്നോടൊപ്പം ചലിക്കുന്നത്, എൻ്റെ കൈ വെക്കുമ്പോൾ കർത്താവിൻ്റെ കൈ എന്നോടൊപ്പം ചലിക്കുന്നു, എന്നോടൊപ്പം കർത്താവ് വസിക്കുന്നു, ആത്മലോകം തന്നെ എന്നോടൊപ്പം ചലിക്കുന്നു. ആത്മലോകത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം എൻ്റെ ലൈഫിലുണ്ടോ അത്രത്തോളം ഞാനതിൽ ജീവിക്കാനായി തുടങ്ങും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അതിലായിരിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ചില ആത്മീയ കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ വിഷയം എന്തോ ആത്മലോകമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എല്ലാ ദിവസവും ആദാമിൻ്റെ അടുക്ക് വന്ന് ആദാമും ദൈവം കൂടെ സൊറയൊക്കെ പറഞ്ഞ് നടക്കുക. അത് ആദാം വീണുപോയതുകൊണ്ട് സാധ്യമല്ലാതായിപ്പോയി. പക്ഷെ നിങ്ങൾ അറിയണേ, ആദാം വീണുപോയി പാപത്തിൽ വീണ് കിടക്കുന്ന ജനമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഹാനോക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആദാമിനെ പോലെ നടക്കണമെന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറ. അയാളോട് കൂടെ നടക്കാൻ ദൈവം തയ്യാറായിരുന്നു. പക്ഷെ ഹാനേക്കിനേക്കാൾ വലിയൊരു ജനറേഷനാണ് നമ്മുടെ ഓരോരുത്തരും. He is ready to visit you. അവൻ നിന്നോട്, നിനക്ക് വേണ്ടി സന്ദർശനം തരാൻ, അവൻ നിന്നോടൊപ്പം നടക്കാൻ, നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ. He is ready. അവൻ റെഡിയാണ്. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, ദൈവം നിന്റെ അടുക്ക് വന്ന് സംസാരിക്കുവോ? ദൈവം നിനക്ക് വെളിപ്പെടുവോ? ഇങ്ങനെ എപ്പോഴാണോ എൻ്റെ നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവമൊക്കെ പിന്നെ വെളിപ്പെട്ടാലും മതി. ഇതാണ് നമ്മുടെ പ്രശ്നം. അറിയോ, നമ്മൾ വരുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ദൈവമായുള്ള റിലേഷൻ അല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മ ഒരു കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ ആ കൊച്ചൊരിക്കലും അമ്മ ഒരിക്കലും വിചാരിക്കുന്ന ഞാൻ കൊച്ചിന് പാല് കൊടുക്കുന്നു എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. ആ പാല് കൂടെ ആ അമ്മ കൊടുക്കുന്നത് അതിൻ്റെ സ്നേഹം കൂടെയാണ്. എനിക്ക് തോന്നാറുണ്ട്, ജോഹയും അന്നയും പാല് കുടിക്കുന്ന സമയം എൻ്റെ ദൈവമേ, രണ്ടുപേരും സോളി ഇങ്ങനെ പിച്ചും. ഇത് സഹിച്ചുകൊണ്ടായിരിക്കും പാല് കൊടുക്കുന്നത്. അവരെ അടിക്കാൻ നോക്കൂ. നിങ്ങൾ പിച്ചുന്ന പിള്ളേരായിരുന്നു കേട്ടോ. ജോഹ പറയുന്നത് ഞാൻ അറിഞ്ഞില്ല. കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയും. പറഞ്ഞേ, ഞാൻ എല്ലാം അങ്ങോട്ട് പോകട്ടെ. ശ്രദ്ധിച്ചേ, ആദാമിന്റെ കൂടെ കർത്താവ് വസിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശിശുമാരുടെയും സ്ഥിതി ഇതായിരുന്നു കേട്ടോ. യേശു ഈ ഭൂമിയിൽ അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നുവെങ്കിലും, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, യേശു ഈ ഭൂമിയിൽ അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നുവെങ്കിലും മരിച്ചതിന് ശേഷം അവരുടെ ഉള്ളിൽ ഒൽപ്പ് പോലും തോന്നിയില്ല യേശുവിനെ മടങ്ങി വരുമെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സത്യത്തിൽ ഒരാൾ പ്രവചനം പറഞ്ഞു യേശു ദൈവപുത്രനാണെന്ന്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ യേശു പറഞ്ഞതോ യേശു ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വരുമെന്നുള്ളതോ ഒന്നും തലയിൽ കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാ അപ്പോസ്തലപ്രവൃത്തി 1:2 അവൻ കഷ്ട അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ പല വിധത്തിൽ അവരെ പ്രൂവ് ചെയ്തു കർത്താവ്.
അവർക്ക് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് അവരുടെ അകത്ത് ലഭിച്ച ഉറപ്പാണ് അവരുടെ ശുശ്രൂഷയുടെ രഹസ്യം എന്ന് പറയുന്നത്. രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, യേശു ജീവിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാം, കേട്ട്, പക്ഷേ എപ്പോഴാണോ ഉറപ്പ് ലഭിക്കുന്നത് അപ്പോഴാ ശുശ്രൂഷ ആരംഭിക്കുന്നത്. യേശു ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയോണ്ട് മാത്രമല്ല ശുശ്രൂഷ കേട്ടോ. ആ യേശു ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും യേശു എന്നെ ഈ ഭൂമിയിൽ അവന്റെ ജീവിച്ചിരിക്കുന്നു എന്നതിനെ അവനെ പ്രസന്റ് ചെയ്യാനാണ് എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്ന് ഒരാൾ ഗ്രഹിക്കാനും കൂടെ തുടങ്ങിയാൽ അയാളുടെ ജീവിതം തലതിരിച്ചതുപോലെ മാറാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദനേരത്തിൽ ഹല്ലേലൂയ പറഞ്ഞു. യേശു അവരുടെ പല ദൃഷ്ടാന്തങ്ങളാൽ പല വിധത്തിൽ ദൈവം അവരോട് ഇടപെട്ടു. എന്തിനു വേണ്ടിയാ? അവർക്കുള്ളിൽ ധൈര്യം വരണം. അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടിരിക്കുകയാണ്. യേശു മരിച്ചിട്ടില്ല. അടുത്തിരിക്കുന്ന 4 പേരോട് കൈ കൊടുത്തിട്ട് പറ, യേശു മരിച്ചിട്ടില്ല. യേശുവിന്റെ വിസിറ്റേഷനിലൂടെ അവർക്കൊരു കാര്യം ഉറപ്പായി, കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുറപ്പാണ്. 1-2 പേരെ കൈ കൊടുത്തിട്ട് പറ, കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുറപ്പാണ്. കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുറപ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡില് എനിക്കൊരു ഏഞ്ചലിക് വിസിറ്റേഷൻ കാണാമായിരുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അനേക ആളുകളുടെ ഉള്ളിൽ അസാധാരണ റെവലേഷനുകൾ ഉണ്ടാകുന്നു. ഈ ആളുടെ പ്രത്യേകത റെവലേഷൻ പകരുന്ന ഏഞ്ചലാണ്. കാണുന്നില്ലെങ്കിലും ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു ഉദാഹരണം, യേശു ശിഷ്യന്മാർ 2 പ്രാവശ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതിന് ശേഷവും പത്രോസ് പിൻവാങ്ങിപ്പോയി. 2 പ്രാവശ്യം മരിച്ചതിന് ശേഷം 2 പ്രാവശ്യം വന്ന് കണ്ടതാ. ഉയർത്തെഴുന്നതിന് ശേഷം 2 പ്രാവശ്യം കണ്ടതാ. പക്ഷെ 3-ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ പത്രോസ് മീൻ പിടിക്കാൻ പോയി നിൽക്കുക. കരയിൽ നിന്ന് കർത്താവ് ചോദിച്ചു, എന്തെങ്കിലും കൂട്ടുവാനുണ്ടോ? അവർ പറഞ്ഞില്ല. എങ്കിൽ വലയിട. 153 മത്സ്യം കിട്ടി. ആ യേശുവിനെ സ്നേഹിച്ച ശിശു പറഞ്ഞു, ആ നിൽക്കുന്നയാളെ മനസ്സിലായോ? വെറുതെ അല്ല മീൻ കയറിയത്, നിൽക്കുന്നത് കർത്താവാണ്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ഷോക്ക് അടിക്കുന്നുണ്ടോ? ആ ഷോക്ക് അടിക്കുമ്പോൾ അത് വിചാരിച്ചോണം, സംതിങ് ഈസ് വർക്കിംഗ്, സംതിങ് ഈസ് ഗോയിങ് ഓൺ. ശ്രദ്ധിച്ചോണോ ഞാൻ പറയുന്നേ? അടുത്ത വാചകം. പത്രോസ് നഗ്നനായ വെള്ളത്തിൽ ചാടി. അവർ നേരെ കരയിലേക്ക് 153 മത്സ്യങ്ങളുമായി കയറി. കരയിൽ കയറിയപ്പോഴാണ് മനസ്സിലായേ, യേശു വേറെ മീൻ ചുട്ടു വെച്ചിട്ടുണ്ട്. അവിടെ അപ്പം വേറെയുണ്ട്, മീനുണ്ട്. അവർക്ക് അന്നൊരു തീരുമാനം ഉണ്ടായി, യേശു മരിക്കണേക്കാൾ മുമ്പ് എന്തെല്ലാം യേശുവിന് പറ്റുമോ അതിനേക്കാൾ കൂടുതൽ യേശു മരിച്ചതിന് ശേഷം, ഉയർത്തതിന് ശേഷം മനസ്സിലാകും. ആ അനുഭവത്തിന് ശേഷം ആ പത്രോസിനോട് പറഞ്ഞേ, നീ എന്റെ ആടുകളെ മേയ്ക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിവില്ലാത്ത പത്രോസ് അന്ന് മാർപ്പാപ്പയായി. തള്ളി പറഞ്ഞ പത്രോസ് മാർപ്പാപ്പയായി. ഉപേക്ഷിച്ച പത്രോസ് മാർപ്പാപ്പയായി. നിങ്ങളുടെ അകത്ത് ദൈവം ജീവിക്കുന്നു തോന്നിയാൽ നിങ്ങളുടെ ശുശ്രൂഷ നിലവാരം മാറും. അവരതുകൊണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിക്കുമ്പോൾ അവർക്കൊരു കാര്യം അറിയായിരുന്നു, ഈ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുന്ന ആളുകൾ കാണുന്നില്ലെങ്കിലും ഞങ്ങളുടെ വലത്ത് വശത്ത് ഒരുത്തൻ നിൽപ്പുണ്ട്, ഞങ്ങളുടെ ഇടത്ത് വശത്ത് ഒരുവൻ നിൽപ്പുണ്ട്, ഞങ്ങളുടെ പുറകിൽ ഒരുവൻ നിൽപ്പുണ്ട്. ആർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിലും സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഞാൻ ഇന്നതുപോലെ ഒരു സംഭവം പറയട്ടെ നിങ്ങളോട്. ഞാൻ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് തളർന്നൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ആ തലയിൽ വെച്ച് കൈവച്ചിട്ട് അല്പം നേരെ സ്തോത്രം ചെയ്തു. രോഗശാന്തി ശുശ്രൂഷയിലേക്ക് ഞാൻ വരുന്ന കാലഘട്ടമാണ്.
1998 കണ്ട. പക്ഷേ ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കൈയുടെ മേൽ ആണിപ്പാടുള്ളൊരു കൈ വന്നു. ഞാൻ ഈ രോഗിക്ക് വേണ്ടി കരഞ്ഞതല്ല, ഇത് കണ്ടിട്ട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. ആദ്യം നടന്ന തളർന്ന രോഗി സൗഖ്യമായ സംഭവം ഞാൻ ഇപ്പോഴത് ഓർക്കുന്നേ എന്ന് പറഞ്ഞ എൻ്റെ ശുശ്രൂഷയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കൈ എന്നോടൊപ്പം ചലിക്കുന്നത് ഞാൻ കാണുമായിരുന്നു. പിന്നീട് ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും കുറച്ചു നേരം കണ്ണുകളടച്ച് സ്തുതിക്കും. എന്തിനാണെന്നറിയോ? കൈ വരുന്നുണ്ടോ നോക്കാനായിരുന്നു. സീരിയസ്ലി. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ മുമ്പ് ഒരാളുടെ കൈ വന്നു. അവിടെ എനിക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങി. ഞാൻ വീണ്ടും ആ കൈയിലേക്ക് നോക്കി. എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൈ കാണുമ്പോൾ എനിക്ക് എന്താ അസ്വസ്ഥത വരുന്നേ? ഞാൻ വീണ്ടും സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആ കൈകൾ കറുത്ത് നിറം മാറി വേറെ രൂപം പ്രാപിച്ച് വേറെ രീതിയിലേക്ക് മാറി. ഞാൻ ചോദിച്ചു, ഇതാരുടെ കൈയാ? കർത്താവിനോട് പറഞ്ഞു, ആ രോഗത്തിന്റെ കൈയാണ് നീ കാണുന്നത്. ഞാനെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ജോണേ, നീ എൻ്റെ കൈ കാണുന്നു എന്ന് നോക്കരുത്. അന്നാണ് ആ ബോധം കിട്ടിയത്. ഞാൻ നിന്റെ കൈയോടൊപ്പം ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. ആരെങ്കിലും എൻ്റെ കൂടെ എത്തിയോ? അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് നിന്റെ കൈ കാണണം. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മതി, എന്റെ കൈ ചലിച്ചോണ്ടേയിരിക്കും. എന്റെ അകത്തേക്ക് ധൈര്യം വരാൻ തുടങ്ങി. ഞാൻ ആരുടെയും തലയിൽ കൈ വെക്കാൻ തുടങ്ങി. എനിക്ക് പേടി പോയി. എനിക്ക് മനസ്സിലായി, അത്ഭുതങ്ങൾ നടക്കുന്നത് ജോണിന്റെ കയ്യിലല്ല, എന്റെ കൂടെ ചലിക്കുന്ന കർത്താവിന്റെ കയ്യിലാണ്. അവർ പുറപ്പെട്ടു പോയി എല്ലായിടത്തും പ്രസംഗിച്ചു. യേശു അവരോട് കൂടെ പ്രവർത്തിച്ചു. പ്രസംഗിക്കേണ്ടത് നിന്റെ പരിപാടി, പ്രവർത്തിക്കേണ്ടത് അവന്റെ പരിപാടി. പറയേണ്ടത് നിന്റെ പരിപാടി, ചെയ്യേണ്ടത് അവന്റെ പരിപാടി. നീ പറഞ്ഞാൽ മതി, അവൻ ചെയ്യും. നീ പറയുന്നു, അവൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. നീ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നീ പറയുന്നു, ദൈവം ചെയ്യുന്നു. ഈ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥലം മേടിക്കുന്നു. ദൈവം അത് ചെയ്യുകയാണ്. അതിനുള്ള ഫണ്ട് ഉണ്ടായി വരുന്നു. നീ പറയുന്നു, യേശു ചെയ്യുന്നു. നീ പറയുന്നു, യേശു പ്രവർത്തിക്കുന്നു. നീ വാ തുറക്കുന്നു, യേശു ചലിക്കുന്നു. തുള്ളിച്ചാട് ആമീൻ പറയുന്നൊരു ആമീൻ പറ. പറയാനുള്ള ധൈര്യം അവർക്ക് മനസ്സിലായി. പുറകിൽ ആരും കാണുന്നില്ലെങ്കിലും കർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞേ, കുറച്ചൊന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ആർക്കും കാണാൻ കഴിയത്തില്ല. യോഹന്നാൻ 14:18 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നിട്ട് വെറുതെ പറയുക. കുറച്ചൊന്ന് കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ വേർഡ് അല്ലേ? അടുത്തിരിക്കുന്ന ചോദിച്ചേ, ലോകത്തിലെ ആർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കാനായി തുടങ്ങും. ഒന്ന് കൈയടിക്കാൻ ആ വാക്യം ആരെങ്കിലും എടുത്ത് വായിക്കാം. കുറച്ചു കഴിഞ്ഞാൽ ആർക്കും എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ ഞാൻ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും. അതിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. തുള്ളിച്ചാടി എന്നെ റിസീവ് ചെയ്താണ്. അടുത്തിരിക്കുന്നവരോട് പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിലും
ഒരുവൻ കൂടെയുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിൽ ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരുവൻ കൂടുണ്ട്. നിങ്ങൾക്ക് എന്താ എക്സൈറ്റ്മെന്റ് വരാത്ത? ഒന്ന് തുള്ളിച്ചാടിയിട്ട് പറ, കണ്ണിന് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരുവൻ കൂടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ആരെങ്കിലും പറയാൻ തുടങ്ങിയ അവരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയും. ഓ, ലോകത്തിന് കാണാൻ കഴിയില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. ലോകത്തിന് കാണാൻ കഴിയില്ലെങ്കിലും ഒരുവൻ ലോകത്തിന് കാണാൻ കഴിയുന്നില്ലെന്ന് വരാം, പക്ഷെ അവൻ ആരോട് കൂടെ ഉണ്ട്? അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുക. ആ വാക്യം എടുത്തോ സാറേ, ഒന്ന് വായിക്കാം. ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നു ഉമ്മ കൊടുത്തിട്ട് പറ, അവൻ വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടത്തില്ല. അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ തലയിൽ വെച്ചിരുന്ന എന്നാന്നറിയോ? അനാഥരെന്ന് പറഞ്ഞ അപ്പനില്ലാത്തവർ. പക്ഷെ കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്നാ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, അപ്പന്മാരില്ലാതെ വിട്. അപ്പന്മാരുടെ കാര്യമല്ല, പറ, അപ്പന്മാരുടെ കാര്യമല്ല. അനാഥരെന്ന് പറയുമ്പോ തലയിൽ കയറുന്ന ഏതാ? അപ്പന്മാരുടെ കാര്യമല്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ നിന്റെ കൂടെ നടക്കും. ഞാൻ കൂടെ ഇരിക്കും. ഞാൻ കൂടെ നിൽക്കും. കൂടെ സഞ്ചരിക്കും. ആത്മലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അയാൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് വിധത്തിൽ ഇരുട്ടിൻ്റെ ലോകത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ അതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായി കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാട്ടെ. ആത്മലോകം എന്താണെന്ന് മനസ്സിലാക്കിയാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് ഷീബ പോൾ. മാപ്രാണത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്ററിൻ്റെ നെയ്ബറിൻ്റെ സഹോദരിയുടെ മോന് ദുബായിൽ വെച്ച് മിസ്സിംഗ് ആയി. അവിടെ ദുബായ് പോലീസ് ഒരു 1 month ആയിട്ട് അന്വേഷിച്ചിട്ട് യാതൊരു വിവരം ഉണ്ടാകുന്നില്ല. ദുബായ് പോലീസ് 1 മാസം അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെന്നോ? 1 month ആയിട്ടും. ഭയങ്കരമാണല്ലോ കാര്യം. അങ്ങനെ സിസ്റ്റർ നമ്മുടെ ചർച്ചിലുള്ള ഒരു ലീഡറെ വിളിച്ചിട്ട് ഈ വിഷയം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ലീഡർ പറഞ്ഞു, ഈ വിഷയത്തിന്റെ മേൽ ദൈവം 2 ദിവസത്തിനകം മറുപടി തരുമെന്ന് പറഞ്ഞു. ഭയങ്കര കാര്യമോ? അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള വിവരം ഇവർക്ക് അറിയാൻ കഴിഞ്ഞു. കർത്താവ് കരുതി തന്നെ നമുക്ക് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. ബ്ലസ് യു. ഞാനിന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ ശരീരത്തിൽ നിന്ന് ചില രോഗാവസ്ഥകൾ മാറാൻ പോകുന്നു. എനിക്ക് ചേച്ചി അടുത്ത് നിൽക്കുമ്പോൾ വയറിനകത്തുള്ള ചില ഇഷ്യൂസ് എനിക്ക് കാണാം. വയറിങ്ങനെ പ്ലോട്ടാകും. അതിൻ്റെ ഒരു കാരണം നിങ്ങളുടെ ഡൈജഷൻ സിസ്റ്റത്തോട് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ദഹനേന്ദ്രിയം എന്ന് പറഞ്ഞ അസിഡിറ്റി ഉണ്ടായിട്ട് നിങ്ങൾക്ക് വയറിനും കുടലുകൾക്കകത്തും ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ ഇന്ന് പകല് ഈ മീറ്റിംഗ് അവസാനിക്കുന്നേക്കാൾ മുമ്പ് നിങ്ങളൊരു അത്ഭുത സൗഖ്യം അനുഭവിക്കാൻ പോവാ. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. ചേച്ചിക്ക് ഒരു പ്രശ്നം കൊണ്ടുണ്ട്. വയറിൻ്റെ ഈ വാരിയെല്ല് തീരുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു പ്രയാസമുണ്ട്. അവിടെ തൊടാൻ കഴിയാത്ത വിധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മക്കളോട് പറയാറില്ലേ, ഭർത്താവിൽ എനിക്ക് കടബാധ്യത കൊണ്ട് നടന്ന് ഈ തൊട്ട് താഴെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ചേച്ചി അറിഞ്ഞിട്ടില്ല, സഹിച്ച് എനിക്ക് കിടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ഉപരി ചേച്ചിക്ക് ഇങ്ങനെ ആക്കാനില്ല. ഇതൊന്നും മകളുണ്ട്, ഒന്നും ഞാൻ മക്കളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് ഇതിനെല്ലാം അറിയായിരുന്നു. കർത്താവ് ഒരു വലിയ സൗഖ്യം കൊടുക്കുക. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ. ചേച്ചി, ഞാൻ കണ്ട സ്ഥലം പറയട്ടെ. ഏതാണ്ട് ഈ സ്ഥലത്തിൽ നിന്ന് താഴോട്ട്, അങ്ങനെയല്ലേ? അതെ. യേശു കർത്താവ് നിങ്ങൾക്കൊരു സൗഖ്യം തരുക. എന്നെ കിടക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്ക് ഇപ്പം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച ആൾക്കാരായിരിക്കും കടബാധ്യത കൊണ്ട് വീട് വിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. ചേച്ചി പറയുന്ന പ്രശ്നങ്ങൾ കേട്ടോ. സഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് സൊല്യൂഷൻ എന്നാണ്. നിങ്ങൾക്ക് തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ വാ.
ഇന്ന് പകൽ തീരുന്ന ദിവസമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ ആ വാചകം പറയാം. നിങ്ങളുടെ വീട്ടിൽ തീരുന്നില്ല, പ്രശ്നം എന്ത് ചെയ്താലും മാറത്തില്ല, നിങ്ങൾക്കൊരു സൊല്യൂഷനും ഇല്ല. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്ത് പറയുക, ആ സൊല്യൂഷൻ തരാൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട്. നിങ്ങൾക്ക് തീരാൻ കഴിയുന്നില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി ചിലത് തീർക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഇയാളെ പുറകെ നിന്നോണെ, കാരണം ഇത് ഏതിനു മേൽ ദൈവശക്തി ചലിക്കുക. ഇവര് പറയുന്നത് വീട്ടിൽ ചെല്ലുമ്പോ ആളുകൾ വീട്ടിൽ കാണും, തീരാൻ കഴിയാത്ത പ്രശ്നമാണ്. എന്നാൽ യേശു വന്നത് ആർക്കും തീർക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന പ്രശ്നത്തെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാനാണ്. The power of the Holy Spirit. ഓമന എന്നാണ് തൃശ്ശൂർ മുണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഈ സിസ്റ്ററുടെ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ 2 മക്കൾക്കും കൊടുത്ത സാക്ഷിയാണ് ബ്രദർ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗില്, കഴിഞ്ഞ നവംബറിലായിരുന്നു ഡിസംബറിൽ നടന്ന മീറ്റിംഗിൽ ഉണ്ടായ സൗഖ്യമാണ്. അപ്പൊ ഈ 2 മക്കൾക്കും എന്നും പനിയും കഫക്കെട്ടുമായിരുന്നു. അവര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ മൂത്ത മകൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവൻ തല കറങ്ങി വീഴുമായിരുന്നു. പക്ഷെ ബ്രദർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് മൂത്ത മകൻ ആ പ്രയാസം പൂർണ്ണമായി മാറിപ്പോയി. മൂത്ത മോനെ കഴിഞ്ഞു പരിപൂർണമായിട്ട് മാറിപ്പോയി. 2 കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോയി. എന്തോ സ്കൂളിൽ പോയാൽ തലകറങ്ങി വീഴുമായിരുന്നു. അതായത് പൊടിയുടെ അലർജിയാണെന്നാണ് പറഞ്ഞത്. പൊടിയുടെ അലർജിയാണെന്നാ പറയുന്നത്. അലർജി കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. ശ്വാസം മുട്ടും, തലയിറ്റ് വീഴും, കൈയും കാലൊക്കെ വിറക്കി ഭയങ്കര അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്കൂളിലേക്ക് അതായത് അപ്പൊ വിളിക്കും, ഒരു ഫോൺ വിളിക്കും. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ, പിന്നെ ഫ്രീക്വന്റ് ആയി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ആദ്യ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നിരന്തരം ഉണ്ടാകാൻ തുടങ്ങി. ഇന്നിപ്പോ ആ ഡിസംബറിന് ശേഷം ഇതുവരെ ആ കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശു ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞേ. ആമേൻ പറഞ്ഞേട്ടെ. പിന്നെ ഇവരുടെ ഭവനത്തില് പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു. അതും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മാറിപ്പോയെന്ന് പറയും. പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നു, പാമ്പ് പിന്നെ കേറുന്നില്ല. ചില വീട്ടിൽ പാമ്പ് കയറാതിരിക്കട്ടെ കേട്ടോ, പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറത്തില്ലെന്നൊന്ന് പറഞ്ഞേ. ഹസ്ബൻഡ് വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു. അതും ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ലാന്ന് പറയും. വീട്ടിനകത്ത് സമാധാനം ഉണ്ടായി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നമ്മുടെ കർത്താവിന്റെ പേര് പറയാവോ എന്ന് ചോദിച്ചേ. അവന്റെ പേരെന്നാന്നറിയോ? സമാധാന പ്രഭു. ആമേൻ. ഒന്ന് ശബ്ദം പറഞ്ഞേ, യേശുവിന്റെ പേരെന്താ? സമാധാന പ്രഭു. ആമേൻ ആമേൻ. സന്തോഷത്തോട് പോയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ആയിരിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മലോകത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവിക്കുന്ന വിധത്തിൽ കർത്താവേ, അപ്പോൾ അവിടുത്തെ വചനം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അതിൽ ജീവിക്കുവാൻ തക്കോണം, അനുഭവങ്ങളിലായിരിക്കുവാൻ തക്കോണം അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഐ മീൻ ഹിപ്പിന് താഴോട്ട് തളർന്നു പോകുന്നത് പോലത്തെ അനുഭവം, തേയ്മാനത്തോട് ബന്ധിക്കപ്പെട്ട് പ്രയാസത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുക. ഇരുന്നിട്ട് എഴുന്നേക്കാൻ പ്രയാസമാണ്. ഐ മീൻ കുറച്ചു നേരം നടക്കാൻ പ്രയാസമാണ്, കുറച്ചു നേരം നിൽക്കാൻ പ്രയാസമാണ്, കിടന്നിട്ട് എഴുന്നേൽക്കാൻ പ്രയാസമാണ്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവേ, അതോടൊപ്പം തന്നെ ഐ മീൻ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് സർജറി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഐ മീൻ അതേപോലെ പണം വാങ്ങി ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളെ കാണാം. അതൊരു കണ്ടക്ടറാണോ അതൊരു കൗണ്ടറിലിരിക്കുന്ന വ്യക്തിയാണോ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്. ഐ മീൻ ആ വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ആ വീടിപ്പോൾ വിടുതലിലേക്ക് വരട്ടെ, ദൈവിക നന്മയിലേക്ക് വരട്ടെ അപ്പാ.
താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. അവിടുത്തെ കൃപ ചലിക്കണമപ്പാ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.